ആദം തൻ്റെ ടേബിളിന് മുന്നിലിരിക്കുന്ന ട്രേയിലേക്ക് പല നിറത്തിലുള്ള സ്വീക്വൻസ് സ്റ്റോൺ പാക്കറ്റ് പൊട്ടിച്ച് അതൊക്കെ അങ്ങ് അവിയൽ പരുവത്തിൽ മിക്സ് ചെയ്ത് നിഗൂഢമായ ചിരിയോടെ നിഹയെ കാത്തിരിപ്പുണ്ട്. ഇതേ സമയത്താണ് നിഹ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പെർമിഷൻ പോലും ചോദിക്കാതെ ക്യാബിനകത്തേക്ക് കയറി വരുന്നത്. ഇത് കണ്ട ആദമിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു വന്നു. ഹൗ ഡെയർ യു ഇഡിയറ്റ്! ഡോറിൽ ലോക്ക് ചെയ്യാനുള്ള കോമൺ സെൻസ് പോലും തനിക്കില്ലേ? അവൻ്റെ അലർച്ചയിൽ നിഹ പേടിച്ചു പോയിരുന്നു. ചെകുത്താൻ്റെ കോൾ നിഹയെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. അതാണ് അവൾക്ക് ഇതുപോലൊരു തെറ്റ് പറ്റിയത്. സോറി സർ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട്. നിഹ വാക്കുകൾ മുഴുവനാക്കിയില്ല. അങ്ങനെ എന്തൊക്കെയോ ആലോചിക്കാനായിരുന്നല്ലേ? വീട്ടിലിരുന്നാൽ പോരായിരുന്നു? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി വന്നേ? ഫാഷൻ ഷോയ്ക്ക് വരുന്നത് പോലെയല്ലേ ഓരോന്നും വരുന്നേ? അതും പോരാഞ്ഞ് വല്ലോരുടെയും കാറിൻ്റെ ഗ്ലാസ് നോക്കി ചുണ്ടിൽ തേക്കാൻ വന്നിരിക്കുന്നു. 1.5 ലോഡ് ലിപ്സ്റ്റിക്കേ ഇപ്പം തന്നെ ആ ചുണ്ടിലുണ്ടല്ലോ. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവനീ പറയുന്നത്. അവൻ്റെ പറച്ചിൽ അവളെ പിന്നെയും വേദനിപ്പിച്ചു. നേരത്തെ നടന്ന സംഭവത്തെപ്പറ്റി അവൻ കുത്തി പറയുന്നത് കണ്ടതും തൻ്റെ കണ്ണ് നിറയുമോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. പക്ഷെ അവൻ്റെ മുന്നിൽ വെച്ച് കണ്ണ് നിറച്ചാൽ അത് തൻ്റെ തോൽവിയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ നിറയാൻ വെമ്പുന്ന തൻ്റെ മിഴികളെ ശാസിച്ചു നിർത്തി. സോറി സർ, എനിക്കറിയില്ലായിരുന്നു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തറിയില്ലായിരുന്നു? സാറിൻ്റെ കാറാണെന്ന് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ വന്നപ്പോൾ തൊട്ട് എത്രാമത്തെ തവണയാണ് താൻ സോറി പറയുന്നത്? സോറി സാർ, ഞാൻ എണ്ണിയിട്ടില്ല. എന്നാൽ ഇനി അങ്ങോട്ട് എണ്ണിക്കോ. ഒരു ദിവസം തൻ്റെ വായിൽ നിന്നും 10 സോറിക്ക് മേലെ വന്നാൽ അതിനെ എക്സ്ട്രാ പണിഷ്മെൻ്റ് ഉണ്ടാവും. ആദം പറയുന്നത് കേട്ടതും നിഹ അവനൊന്ന് നോക്കിപ്പോയി. മാടപ്രാവിൻ്റെ രൂപവും ഡ്രാക്കുളയുടെ സ്വഭാവവും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? അവൾ മനസ്സിൽ പറഞ്ഞുപോയി. സിറ്റ് ഡൗൺ. തനിക്ക് നേരെയുള്ള ചെയർ ചൂണ്ടി അവൻ പറഞ്ഞതും അവൾ താങ്ക്സ് ഒന്നും പറയാതെ അവിടെ ഇരുന്നു. അതവൻ ശ്രദ്ധിച്ചിരുന്നു. നിഹ അവൻ്റെ മുന്നിലെ കസേരയിലിരുന്ന് അടുത്ത നിമിഷം ആദം അവൾക്ക് നേരെ സ്റ്റോൺസ് അടങ്ങുന്ന ഒരു ട്രേ നീട്ടി. അവൾ ആ ട്രേ വാങ്ങിച്ചു. അതിലേക്ക് കണ്ണോടിച്ചു. അതിൽ പല വർണ്ണത്തിലുള്ള സീക്വൻസ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. ആ സ്റ്റോൺസ് കാണുമ്പോൾ അവൾക്ക് എന്തോ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ പോലെ തോന്നി. ആ സ്റ്റോൺസിന് മുകളിലൂടെ പതിയെ അവൾ വിരലോടിച്ചു. ഒപ്പം അവളുടെ ചുണ്ടിൽ എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അത് ആദം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാർ, ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടേ? നിഹ ചോദിച്ചു. വെരി സിമ്പിൾ. അതിൽ കാണുന്ന ഓരോ സ്റ്റോൺസും വെവ്വേറെ കളറായി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതും ഇന്ന് ലഞ്ച് ബ്രേക്കിന് മുൻപ്. സാർ, അവൾ അറിയാതെ കുറച്ച് ഉറക്കെ വിളിച്ചു പോയി. എന്താ എന്താ സാർ ഇത്? ഇത്രയും കുഞ്ഞു കലികളെ ഞാൻ എങ്ങനെയാണ് ഓരോന്നായി പെരക്കി മാറ്റിവെക്കും? അത് ഉച്ചയ്ക്ക് മുൻപ്. 2 ദിവസം കൊണ്ട് പോലും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിഹ തനിക്ക് തോന്നിയത് അങ്ങ് തുറന്നു പറഞ്ഞു. പറ്റില്ലെങ്കിലേ എൻ്റെ 10 ലക്ഷം ഇവിടെ വെച്ചിട്ടേ പൊയ്ക്കോ. ഞാൻ വേറെ ആളെ നോക്കിക്കോളാം, അവൻ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. സാർ, എനിക്കിട്ട് പണിയുവാണെന്നേ എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ ചെയ്തോളാം. പക്ഷേ എനിക്ക് നിങ്ങളുടെ പിയുടെ സാലറി ഒന്നും പറ്റത്തില്ല. എനിക്ക് നേരത്തെ ഓഫർ ചെയ്ത സാലറി തന്നെ കിട്ടണം. നിഹ അത് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. എന്തോ കേട്ടില്ല. തനിക്ക് സാലറി തരണോ വേണ്ടയോ എന്നേ? എൻ്റെ 10 ലക്ഷം തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പം മര്യാദയ്ക്ക് പണിയെടുക്ക്. ഇത് കേട്ട നിഹ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി. എൻ്റെ വർക്ക് പ്ലേസ് എവിടെയാ സാർ? അവൾ ഉള്ളിൽ അവനെ ഞെരിച്ചുടച്ചുകൊണ്ട് ചോദിച്ചു. വർക്ക് പ്ലേസ്? അതും തനിക്കിവിടെ പ്രത്യേകിച്ച് വർക്ക് പ്ലേസ് ഒന്നുമില്ല. ഇവിടെ എൻ്റെ മുന്നിലിരുന്നിട്ട് താൻ ജോലി ചെയ്താൽ മതി. ആദം അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. സോറി സാർ, ബുദ്ധിമുട്ടാണ്. വീണ്ടും സോറി. പിന്നെ എൻ്റെ മുന്നിൽ വെച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മഹാറാണിക്ക് ഞാനിവിടെ അന്തപുരം ഒരുക്കി തന്നേക്കാം. അവൻ്റെ സ്വരത്തിലെ പരിഹാസം അവൾ തിരിച്ചറിഞ്ഞു. സാറെന്താ കളിയാക്കുവാണോ? നിഹ ചോദിച്ചു. മനസ്സിലായല്ലോ. എങ്കിലേ മിണ്ടാതെ ജോലി ചെയ്തോ. പറഞ്ഞ സമയത്ത് വർക്ക് തീർത്തില്ലേ എക്സ്ട്രാ പണിഷ്മെൻറ്റ് കാണും എന്നും പറഞ്ഞ ആദം റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. അന്നേരം നിഹ അവനെ ശ്രദ്ധിക്കാതെ കടുകണ്ണുന്നത് പോലെ ആ കുഞ്ഞു കല്ലുകൾ ഓരോന്നായി ഓരോ ചെറിയ ബോക്സിലേക്ക് മാറ്റി വെച്ചുകൊണ്ടിരുന്നു. ഓരോ കല്ലുകൾ പെറുക്കുമ്പോഴും മനസ്സിലവൾ അവനെ പ്രാഗിക്കൊണ്ടിരുന്നു. ഇതേ സമയം ആദം അവളുടെ പ്രവർത്തികൾ വീക്ഷിച്ചുകൊണ്ട് തൻ്റെ ചെയറിലിരുന്ന് മുന്നിലെ ടേബിളിലെ ഷെൽഫിൽ വെച്ചിരുന്ന തൻ്റെ മറ്റേ ഫോണെടുത്ത് നിഹ കാണാതെ താഴ്ത്തി പിടിച്ചു നിഹയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ശബ്ദിച്ചതും
നിഹയുടെ കണ്ണുകൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നീണ്ടു. ചെകുത്താൻ കോളിംഗ് എന്ന് കണ്ടതും നിഹയുടെ കണ്ണുകളിൽ ഒരു തരം ഭയം ഉടലെടുത്തു. നിഹയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ആദം റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്നു. ആ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടില്ലേ? ഒന്നുകിൽ എടുത്ത് സംസാരിക്ക്, അല്ലെങ്കിൽ കട്ട് ചെയ്യും. ഓഫീസ് ടൈമിൽ ഞാൻ ഇതൊന്നും അനുവദിച്ചു തരില്ല, ആദം കലിപ്പിച്ചു പറഞ്ഞു. സോറി സാർ, നിഹ കോൾ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. എഗെയിൻ സോറി. താൻ എണ്ണുന്നില്ലേലും ഞാൻ എണ്ണുന്നുണ്ട്. 10 കടന്നാലേ 10 ലക്ഷത്തിന് മേലെ വില പറയേണ്ടി വരും. ആദം പറഞ്ഞത് കേട്ട് നിഹ കൂടുതലൊന്നും പറയാതെ തൻ്റെ ജോലിയെ ശ്രദ്ധ പതിപ്പിച്ചു. അവളുടെ ആ എണ്ണിപ്പെരക്കൽ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. നീ എനിക്ക് നേരെ കേസ് കൊടുക്കും അല്ലേടി? നിനക്ക് ഈ ആദമിനെ ശരിക്കും അറിയില്ല. നീ ഇനി ചെകുത്താൻ്റെയും ആദമിൻ്റെയും ഇടയ്ക്ക് കിടന്ന് നട്ടം തിരിയാൻ പോകുന്നതേ ഉള്ളൂ. ചെകുത്താൻ, റാസ്കൽ, നീ എന്തൊക്കെയാ എനിക്ക് പേരിട്ടത്? പോലീസുകാരോട് നിനക്ക് ബഹുമാനവും ആദരവാണല്ലേ? എന്നാൽ എനിക്ക് അവരോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അത് ഏത് പോലീസുകാരനായാലും ആദം വെറുപ്പോട് കൂടിയേ നോക്കുള്ളൂ. ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ പോലും എൻ്റെ കണ്ണിൽ എൻ്റെ ശത്രുക്കളാണ്. ആദമിൻ്റെ സാമ്രാജ്യത്തിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നതല്ലേ, അനുഭവിച്ചോ? ആദം മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളിലേക്ക് തന്നെ നോട്ടം പായിച്ചു. അന്നേരം അവൾ തൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ തൻ്റെ ചൂണ്ടിവിരൽ കൊണ്ട് മാടി ഒതുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച അവൻ അറിയാതെ നോക്കി നിന്ന് പോയി. ഒരു നിമിഷം അവളുടെ മുഖത്തുകൂടി അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവളുടെ നെറ്റിയിലെ കുഞ്ഞു പൊട്ടും ആ പിടയ്ക്കുന്ന മിഴികളും ദേഷ്യം വരുമ്പോൾ ചുവന്ന് തുടുക്കുന്ന ആ മൂക്കും സ്ട്രോബെറി ചുണ്ടും അവൻ നോക്കിയിരുന്നു. ഇതേ നിമിഷം തന്നെയാണ് നിഹ തിരികെ അവനെ നോക്കിയതും. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആദമിനെ അവൾ സംശയത്തോടെ നോക്കി. അവൾ തൻ്റെ നോട്ടം കണ്ടു എന്ന് മനസ്സിലാക്കിയതും അവൻ ചമ്മൽ മറച്ചു പിടിച്ചു. ഫോണും ചെവിയോട് അടുപ്പിച്ചു ഗൗരവത്തിൽ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നത് നിഹ നോക്കി നിന്നു. അവൻ ക്യാബിന് വെളിയിലേക്ക് പോയെന്ന് മനസ്സിലായ നിഹ തൻ്റെ ജോലി തുടർന്നുവെങ്കിലും പൊടുന്നനെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ തെളിഞ്ഞു വന്നു. അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവൻ്റെ റിവോൾവിംഗ് ചെയറിനരികിൽ വന്ന് നിന്ന് ടേബിളിന് മുന്നിലെ ഫയൽസൊക്കെയും പരിശോധിക്കാൻ തുടങ്ങി. ആ എഗ്രിമെൻറ്റ് കൈക്കലാക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. പെട്ടെന്നാണ് ക്യാബിൻ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ടതും അന്നേരം അവൾ പേടിയോടെ ഫയലിന് മേലെയുള്ള തൻ്റെ കൈ പിൻവലിച്ചു. ആ നിമിഷം അവളുടെ കൈ തട്ടി ടേബിളിന് മേലെ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് താഴെ വീണു. ആ ശബ്ദം ആദമിൻ്റെ കാതിൽ തുളച്ചു കയറി. വലിഞ്ഞു മുറുകിയ മുഖവുമായി തൻ്റെ അരികിലേക്ക് വരുന്ന ആദമിനെ കണ്ടതും നിഹ ഭയത്തോടെ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. അവൾ റിവോൾവിംഗ് ചെയറിൻ്റെ കാലിൽ തട്ടി ആ ചെയറിലേക്ക് തന്നെ വീഴുകയായിരുന്നു. ആ വീഴ്ചയിൽ അവൾ കണ്ണിറുക്കി അടച്ചു പോയിരുന്നു. നിഹ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ ആദം അവളുടെ തൊട്ടരികിലുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ തറയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഹാർഡ് ഡിസ്കിലേക്കും തൻ്റെ മുഖത്തേക്കും മാറി മാറി പതിയുന്നത് അവൾ ഭയത്തോടെ നോക്കി നിന്നു. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കണ്ട് അവൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. മുഖത്തെ ഞരമ്പുകളൊക്കെയും വലിഞ്ഞു മുറുകി ദേഷ്യം കൊണ്ട് അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ആദം അവളുടെ കവിളിൽ പിടിമുറുക്കി. തൻ്റെ കവിൾ അവൻ്റെ കൈകളാൽ ഞെരിഞ്ഞമരുമ്പോൾ നിഹയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട്. ഹൗ ഡെയർ യു ഇഡിയറ്റ്! നീ എന്താ കരുതിയേ? ഞാൻ വെറും ഉണ്ടാക്കനാണെന്നോ? എന്നെങ്ങനെ മണ്ടനാക്കി ഇവിടെ നിന്ന് അഗ്രിമെൻ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതിയോ? അത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല. നീ എന്താ എല്ലാം തല്ലിപ്പൊട്ടിക്കാൻ നേർന്നിട്ടാണോ ഇങ്ങോട്ട് വന്നേ? ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആയിരുന്നത്, അതും നശിപ്പിച്ചു. നാശം! ഞാൻ തന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. ജോലി തീർത്തിട്ട് നീ ഇന്ന് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് അവളെ പിടിച്ചു തള്ളിയതും അവൾ ആ ചെയറിലേക്ക് തന്നെ വീഴുകയായിരുന്നു. ക്യാബിൻ്റെ ഡോറും വലിച്ചടച്ച് പോകുന്ന ആദമിൻ്റെ ആ പോക്ക് അവൾ നിറഞ്ഞ കണ്ണാലെ നോക്കി നിന്നു. എൻ്റെ ദേവി, എന്തൊരു വിധിയാണിത്! ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവൾക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. ഒപ്പം അവൻ പിടിച്ച കവിള് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ കണ്ണൊക്കെ തുടച്ചു തറയിൽ വീണ് കിടക്കുന്ന പൊട്ടിയ ഹാർഡ് ഡിസ്കിൻ്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് ടേബിളിന് മേലെ വെച്ചു തൻ്റെ ജോലി തുടർന്നു. ഭക്ഷണം പോലും കഴിക്കാതെ അവൻ ഏൽപ്പിച്ച ജോലി തീർക്കാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിച്ചു. ലഞ്ച് കഴിക്കാൻ വേണ്ടി അച്ചു വിളിച്ചുവെങ്കിലും നിഹ താൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവളുടെ മനസ്സ് നിറയെ ആദമിനോടുള്ള ദേഷ്യമായിരുന്നു. താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതും സ്വപ്നം കണ്ടതും ഇയാളുടെ അടിമപ്പണി ചെയ്യാനാണോ? ഇതായിരുന്നു താൻ ആഗ്രഹിച്ചത്? അവൾ തൻ്റെ മനസ്സിനോട് ചോദിച്ചു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ ധൃതിയിൽ ജോലി ചെയ്തു തുടങ്ങി.
ഇതൊരു ജോലിയല്ലെന്നും തനിക്ക് തന്ന മുട്ടം പണിയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നിട്ടും അവൾ വാശിയോടെ തൻ്റെ പ്രവൃത്തി തുടർന്നു. ഒടുവിൽ 4 മണി ആയപ്പോഴേക്കും അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ടേബിളിന് മുകളിൽ വെച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അവൾക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു. അവൾ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടെ ഫുഡൊക്കെയും കഴിഞ്ഞിരുന്നു. ശേഷം തൊട്ടരികിലെ ഷോപ്പിൽ നിന്നും ഒരു ബോട്ടിൽ ഫ്രൂട്ടിയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി അവൾ മുന്നോട്ട് നടന്നു. ഓഫീസിൻ്റെ ഗാർഡനോട് ചേർന്നുള്ള റിലാക്സ് ഏരിയയിൽ വുഡൻ ബെഞ്ചിലിരുന്ന് അവൾ ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. AJ ഡിസൈൻ സ്പോട്ട്. ആ നെയിം ബോർഡ് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിഹ കണ്ണിറുക്കി അടച്ചു. ശേഷം ആഞ്ഞൊരു ശ്വാസം വലിച്ചു കണ്ണ് തുറന്നു ഫ്രൂട്ടി കുടിക്കാൻ തുടങ്ങി. ഈ കാഴ്ച ഓഫീസിൻ്റെ ഒരു ഭാഗത്തു നിന്നും ആദം കാണുന്നുണ്ടായിരുന്നു. നേരത്തെ നിഹയോട് ദേഷ്യപ്പെട്ട് നേരെ ചെന്നത് തൻ്റെ പ്രൈവറ്റ് റൂമിലേക്കാണ്. ഇത്രയും നേരം അവൻ അവിടെ തന്നെ ആയിരുന്നു. ഫുഡും കഴിച്ച് ഉറങ്ങിയതായിരുന്നു. അവൾ ഫുഡ് കഴിക്കാൻ പോയില്ലെന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. തൻ്റെ ഓഫീസ് ക്യാബിനകത്തേക്ക് ചെന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പണി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അവന് നേരിയ കുറ്റബോധം തോന്നി. അവൻ പിന്നെയും അവളെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ഇരുത്തവും ബിസ്ക്കറ്റ് കഴിപ്പും കാണുമ്പോൾ എന്തിനെന്നറിയാതെ എവിടെയോ ഒരു കുഞ്ഞു നൊമ്പരം. ആ നിമിഷം അവൻ തൻ്റെ ഫോണെടുത്ത് ചെകുത്താനായി അവൻ്റെ മറ്റേ നമ്പറിൽ നിന്നും അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ആദമിനോടുള്ള ദേഷ്യവും ഉള്ളിലെ വിഷമവും സങ്കടവും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഓർത്തു അവളാകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ നേരത്താണ് ചെകുത്താൻ കോളിംഗ് എന്ന് കാണുന്നത്. അവൾ മറുത്തൊന്നും ആലോചിക്കാതെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ബേബി. ആ വിളി അവളെ അസ്വസ്ഥമാക്കി. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? എൻ്റെ ഏട്ടനൊരു പോലീസുകാരനാ. അന്ന് അവിടെ തോക്കിൻ്റെ മുൾമുനയിൽ ആ ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ എൻ്റെ ഏട്ടന് ഓർമ്മ വന്നു പോയി. എൻ്റെ ജീവനായ എൻ്റെ ഏട്ടൻ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനും ഒക്കെ എൻ്റെ ഏട്ടൻ. അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെയൊക്കെയും പറഞ്ഞതും പ്രവർത്തിച്ചതും. സോറി, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ പിന്നാലെ വരരുത്, കോൾ ചെയ്യരുത്. എനിക്ക് പേടിയാ നിങ്ങളെ. പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇല്ലെങ്കിലേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതുപോലെ അറിയാതെ പറ്റിപ്പോയ തെറ്റിനാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. പ്ലീസ് എന്നെ ഇനി ഉപദ്രവിക്കരുത്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ഉള്ളിലെ സങ്കടം മുഴുവനും അറിയാതെ പുറത്ത് ചാടിയതായിരുന്നു. അവളുടെ കരച്ചിൽ കാതിൽ തുളച്ച് കയറിയതും ആദം കോൾ കട്ട് ചെയ്യുകയായിരുന്നു. ഫോണും അവിടെ വെച്ച് കണ്ണുപൊത്തി കരയുന്ന നിഹ ആ കാഴ്ച അവൻ മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി വലിച്ചു. ഒപ്പം അവൾ പറഞ്ഞ വാക്കുകൾ പിന്നെയും പിന്നെയും അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ പിന്നെ അന്ന് അവളുടെ മുന്നിൽ വന്നതേയില്ല. 5 മണി ആയതും ഓഫീസ് ടൈം കഴിഞ്ഞു. നിഹ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അച്ചു നിഹയും കാത്ത് അവിടെ പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്നു. നിഹ ഇന്ന് നടന്നത് മുഴുവനും അച്ചുവിനോട് പറഞ്ഞു. നിഹയുടെ അവസ്ഥ അച്ചുവിനെ ശരിക്കും വേദനിപ്പിച്ചു. എടി, എൻ്റെ അവസ്ഥയും വലിയ മോശമൊന്നുമല്ല. ആ സെറാ മാഡം എന്തൊരു ഷോ ആണെന്നോ. അവളുടെ ആ പട്ടി ഷോ കണ്ടാൽ തോന്നും അവളുടെ ഓഫീസാണെന്ന്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പുല്ല് വില. അവർ പറയുന്നതൊക്കെയും കേട്ട് ബംഗാളിയെ പോലെ പണിയെടുക്കണം. ഈ കാണുന്ന ഷോ മാത്രമേ ഉള്ളൂ. ആൾക്കേ ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസും ഇല്ല. ഇതൊന്നും ആദം ജോൺ കാണുന്നില്ലേ ആവോ? ഒരു ആദം ജോണും സെറ എലിസബത്തും. ഓർക്കുമ്പോൾ രണ്ടിനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്ന് തോന്നിപ്പോവുക. നിഹയുടെ പിന്നിലിരുന്നുകൊണ്ട് അച്ചു ഓരോന്ന് പറയുകയാണ്. അച്ഛ പറഞ്ഞത് കേട്ട് നിഹ ഒരു നിമിഷം എന്തോ ചിന്തിച്ചു. സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. ശേഷം വണ്ടി മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു വിട്ടു. എൻ്റെ നിച്ചു, നീ ഇത് എങ്ങോട്ട് പോവാ? അച്ചു സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനേ നമ്മുടെ ഗുണ്ടരാജനെ കാണാൻ പോവാ. എന്തിന്? അച്ചു വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. അത് ഒരു കൊട്ടേഷൻ വർക്ക് ഏൽപ്പിക്കാൻ, നിഹ ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. ആരെ കൊല്ലാൻ? അച്ചു പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. ആദം ജോണിനെ കൊല്ലാനല്ല, എൻ്റെ കവിള് കുത്തിപ്പിടിച്ച ആ കൈ ഒന്ന് ഒടിഞ്ഞു കാണണം, അത്രയേ ഉള്ളൂ. നിഹ നിസ്സാര മട്ടിൽ പറഞ്ഞു. നിച്ചു, നീ ചുമ്മാ തമാശ കളിക്കല്ലേ. തമാശയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ കാര്യമായി പറഞ്ഞതാ. എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയ അയാളോടുള്ള എൻ്റെ പ്രതികാരം ഉള്ളിലിങ്ങനെ ആളി കത്തുവാ. നിച്ചു, ഇത് തീക്കളിയാണേ. അച്ചു പിന്നെയും അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതെനിക്കറിയാം. നിനക്കറിയോ എൻ്റെ മനസ്സിന് എന്തും മാത്രം വേദനിച്ചെന്നോ? എനിക്കതിന് പ്രതികാരം ചെയ്യണം. ഞാനൊരു പ്രതികാരദാഹിയായി മാറിക്കഴിഞ്ഞു, നിഹ പറഞ്ഞു. നിച്ചു,
അയാളെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ അയാൾ നിന്നെ ചന്ദ്രനിലോട്ട് പറഞ്ഞുവിടും. അതിന് അറിഞ്ഞാലല്ലേ? അറിയില്ല. രാജപേട്ടൻ എൻ്റെ സ്വന്തം ആളാ. ഒരിക്കൽ കുത്തുകൊണ്ട് ചാവാനായി റോഡരികെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് ബ്ലഡ് കൊടുത്തത് ഈ ഞാനാണ്. ആ നന്ദി ഇപ്പോഴും അങ്ങേർക്കുണ്ട്. എനിക്ക് വേണ്ടി രാജപേട്ടൻ എന്തും ചെയ്യും. ചെയ്യും. ആദം ജോണിൻ്റെ ഒരടി കിട്ടിയ ഗുണ്ടാ രാജപ്പൻ അങ്ങ് സ്വർഗം കാണും. അച്ചുവാണ് പറഞ്ഞത്. അതെനിക്കും അറിയാലോ. അതുകൊണ്ട് പണി അറിയാവുന്ന ടീമിനെ ഇറക്കാൻ പറയണം. കുറച്ച് കാശ് എറിയേണ്ടി വരും, എന്നാലും വേണ്ടില്ല. അയാളുടെ കൈയൊടിഞ്ഞ് കണ്ടാൽ മതി. അത്രയും പറഞ്ഞ് നിഹ വണ്ടി മുന്നോട്ടെടുത്തു. ഗുണ്ടാരാജൻ താമസിക്കുന്ന കോളനിയിൽ ചെന്ന് രാജപ്പനോട് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. പണി അറിയാവുന്ന ടീമിനെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ കാശ് ചെലവുണ്ടെന്ന് അയാൾ പറഞ്ഞു. അന്നേരം നിഹ തൻ്റെ അക്കൗണ്ടിൽ ഉള്ളതൊക്കെ അങ്ങ് നുള്ളിപ്പറുക്കി 10,000 രൂപ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്തു. അവസരം പോലെ സംഭവം നടത്തി തരാമെന്ന് രാജപ്പൻ ഉറപ്പ് നൽകിയപ്പോൾ പറ്റിയ ഇന്ന് തന്നെ ചെയ്യണമെന്ന് അവൾ അയാളോട് പറഞ്ഞു. കൈയൊടിഞ്ഞ് നിൽക്കുന്ന ആദം ജോണിൻ്റെ ആ രൂപം സ്വപ്നം കണ്ട് നിർവൃതി അണഞ്ഞ നിഹ അച്ചുവിനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ നിഹയോട് ഏട്ടത്തിയും യാഗും ജോലിയും ഓഫീസും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ ഇന്ന് നടന്നതൊന്നും തുറന്നു പറയാതെ അങ്ങ് തള്ളി മറിച്ചു. MDയെ പറ്റി ചോദിച്ചപ്പോൾ അയാളെപ്പോലൊരു നല്ല മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് നടക്കുന്ന തൻ്റെ അപ്പയെ യാഗ് വല്ലാത്ത ഭാഗത്തിലൊന്ന് നോക്കി. ഇതുവരെ ഒരാളെ പറ്റിയും നല്ലത് പറയാത്ത തൻ്റെ അപ്പ ഇയാളെ പറ്റി ഇങ്ങനെ പറയണേ? സംതിങ് ഫിഷി, യാഗ് ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ നിഹയ്ക്ക് ഓഫീസിൽ പോവാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഗുണ്ടരാജപ്പൻ പണി പറ്റിച്ച് കാണുമോ എന്നൊരു തോന്നലിൽ അവൾ ആവേശത്തോടെ ഓഫീസിലേക്ക് തിരിച്ചു. ഒടിഞ്ഞ കൈയുമായി തൻ്റെ മുന്നിലേക്ക് വരുന്ന ആദമിനെ കാത്ത് അവൾ MDയുടെ ക്യാബിന് വെളിയിലെ സോഫയിലിരുന്നു. എന്നാൽ അവളുടെ ആഗ്രഹങ്ങളെ കാറ്റിൽ പറത്തി ആ ജിം ബോഡിയിൽ ഒരു കേടുപാടും സംഭവിക്കാതെ വല്ലാത്തൊരു സ്റ്റൈലിൽ നടന്നു വരുന്ന ആദം ജോണിനെ കണ്ടതും ഒരു നിമിഷം ശത്രുത പോലും മറന്നുകൊണ്ട് അവളുടെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്ത് ചാടി. പോ കോഴിയകത്ത്. അവൾ കോഴിയകത്തിട്ട് കോഴിക്കൂട് അടച്ച് താവിട്ട് പൂട്ടി വീണ്ടും അവനെ പ്രാഗിക്കൊന്നു. തമ്പുരാട്ടിയെ ഇനിയും പ്രത്യേകം എഴുന്നേൽക്കണാവും. ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരുമോ? ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് ഇതിലുണ്ട്, എത്രയും പെട്ടെന്ന് വേണ്ടതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് തനിക്ക് മുന്നിലേക്ക് ഒരു ഫയലും വെച്ച് പോകുന്ന ആദമിനെ അവൾ നോക്കി നിന്നു. പ്രോഗ്രാം ഷെഡ്യൂൾ ചാർട്ട് അവളൊന്ന് നോക്കി. അതിൽ പ്രകാരം 11:30 മണിക്ക് ഹോട്ടൽ സൗത്ത് കാസിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 10:30 മണി നേരത്താണ് ഇരുവരും ഓഫീസിൽ നിന്നിറങ്ങിയത്. വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ആദം തന്നെയാണ്. വില കൂടിയ കാറുകളോട് അവന് വല്ലാത്തൊരു ക്രേസായിരുന്നു. തൻ്റെ വണ്ടി മറ്റുള്ളവരെ കൊണ്ട് അവൻ തൊടിയിക്കില്ല. അതിനാൽ സ്വയം ഡ്രൈവ് ചെയ്താണ് പോക്കും വരവും. അവളെ പിറകിലിരുത്തി ഡ്രൈവർ ആവാൻ അവന് താല്പര്യമില്ലായിരുന്നു. അതിനാൽ പിറകിലിരിക്കാൻ പോയി അവളെ പേടിപ്പിച്ച് മുന്നിലിരുത്തി യാത്ര തുടർന്നു. ആദമിൻ്റെ ശ്രദ്ധ മുഴുവനും ഡ്രൈവിങ്ങിലാണ്. നിഹാണയിൽ പുറത്തേക്ക് കണ്ണു നട്ട് ചിന്തയിലാണ്. ശത്രുവിൻ്റെ കൂടെ ഇതുപോലെ യാത്ര ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. എന്നാലും ഈ രാജപ്പേട്ടൻ സംഭവം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ 10,000 കൊണ്ട് രാജപ്പേട്ടൻ മുങ്ങിക്കാണോ? ഹേയ്, രാജപ്പേട്ട അങ്ങനെ ചെയ്യില്ല. നിഹ ഓരോന്നും ആലോചിച്ചു നിന്നു. അതിനിടയിലാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ രാജപ്പേട്ട എന്ന് കണ്ടതും അവളുടെ മുഖം ചുളുങ്ങി. ഇയാൾക്ക് വിളിക്കാൻ കണ്ട ഒരു നേരം അവൾ മനസ്സിൽ പറഞ്ഞു. ശേഷം അവൾ അവനൊന്ന് നോക്കിക്കൊണ്ട് കോൾ കട്ട് ചെയ്തെങ്കിലും അടുത്ത നിമിഷം വീണ്ടും കോൾ വരികയായിരുന്നു. അവനെന്തെങ്കിലും സംശയം തോന്നരുതല്ലോ എന്ന് തോന്നി അവൾ കോൾ എടുത്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ. നിഹ പതിഞ്ഞ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഹലോ നിഹ മോളെ, ഇത് രായപ്പനാ. ആ പറഞ്ഞോളൂ. മോളെ, ആ പയ്യൻ്റെ ഫോട്ടോ തന്നില്ലല്ലോ. ഫോട്ടോ ഇല്ലാതെ എങ്ങനെയാ കൈയൊടിക്കുന്നത്? പെട്ടെന്ന് അയക്ക്. പറ്റിയാൽ നമുക്ക് ഇന്ന് തന്നെ സംഭവം സെറ്റ് ചെയ്യണം. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. തുറുമ്പ് വാസു, പേര് കേട്ട ഗുണ്ടയാ. റേറ്റ് ഇത്തിരി കൂടുതലാ. മോളായതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു. ഡിസ്കൗണ്ട് തന്നില്ല, ഒരു ഓഫർ തന്നു. ബാക്കി 5,000 EMI ആയി അടച്ചാൽ മതിയെന്ന്. മോളെ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആ ശരി, എല്ലാം ശരിയാക്കാം. മോളെ ഫോട്ടോ ഞാൻ അയക്കാം എന്ന് പറഞ്ഞ് നിഹ പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. ആദമിനെ നോക്കിയപ്പോൾ അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അവന് സംശയം തോന്നിക്കാണോ അവൾ ചിന്തിച്ചു. വീട്ടീന ഏട്ടത്തി, നിഹ ആദമിനെ നോക്കി പറഞ്ഞു. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. അവൻ അവളുടെ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത്. ഇല്ല, ചോദിച്ചില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതും പറഞ്ഞവൾ പുറത്തേക്ക് കണ്ണുനട്ട് അവൻ്റെ ഫോട്ടോ എങ്ങനെ ഒപ്പിക്കും എന്നാലോചിച്ചിരുന്നു. ആ ഇൻസ്റ്റഗ്രാം ID കിട്ടിയിരുന്നേ അതിൽ നിന്ന് എടുക്കായിരുന്നു. ആദം ജോൺ എന്ന പേരിൽ ഒരു തേങ്ങയുമില്ല. എന്ത് ചെയ്യും?
അവൾ ചിന്തിച്ചു. അവസരം കിട്ടിയ അവൻ്റെ ഫോട്ടോ പകർത്തണം എന്നവൾ തീരുമാനിച്ചു. ഇതേ സമയം അവൻ അവളുടെ ചേഷ്ടകൾ വീക്ഷിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കൊടുത്തു. നിഹാരിക, നിന്നെ തേടിയാണ് ഞാൻ ഈ കേരളത്തിൽ വന്നത്. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ തിരഞ്ഞു പിടിച്ച് നിന്റെ വീടിൻ്റെ തൊട്ടരികിൽ താമസം തുടങ്ങിയതും. നിന്റെ ജോബ് ആപ്ലിക്കേഷൻ വന്നപ്പോൾ നിന്നെയും കൂട്ടുകാരെയും സെലക്ട് ചെയ്തതിന് പിന്നിലും ഈ ഒരു ഉദ്ദേശവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലത്തെ നിന്റെ കരച്ചിൽ അതെന്നെ മാറ്റി ചിന്തിപ്പിച്ചു. എന്തോ നിന്നെ എനിക്ക് വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ചു എന്നെ തെറി വിളിച്ച നിന്നങ്ങനെ ചുമ്മാ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ മൂക്കുകൊണ്ട് ഷ ഞ ണ ഒക്കെ വരപ്പിച്ചിട്ടേ ഞാൻ അടങ്ങിയിരിക്കുള്ളൂ എന്നും മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവളിലേക്ക് നോട്ടം വായിച്ചു. നിഹാരിക, എന്താ സർ? വണ്ടിയുടെ മോണിറ്റർ സ്ക്രീനിലെ യൂട്യൂബ് സെലക്ട് ചെയ്തേ ഞാൻ പറയുന്ന സോങ് സെർച്ച് ചെയ്യും. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പറ്റുന്നില്ല, അതാണ്. ആദം പറയുന്നത് കേട്ടതും നിഹ യൂട്യൂബ് എടുത്ത് സെർച്ച് ബട്ടണിൽ ടച്ച് ചെയ്ത് എന്ത് ടൈപ്പ് ചെയ്യണം എന്ന പോലെ അവൻ നോക്കി. പച്ചമാങ്ങ പച്ചമാങ്ങ, ആ സോങ് വെച്ചേ. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദമിൻ്റെ ആ പറച്ചിലിൽ എന്തോ കുത്തി പറയുന്ന ഒരു ഫീൽ അവൾക്ക് തോന്നാതിരുന്നില്ല. അവന് വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. അവളുടെ ആ നോട്ടം കണ്ട് അവന് ചിരിയും വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ആ പാട്ട് വേണ്ട, ഈ പാട്ട് മതി. കള്ളിപ്പൂങ്കുയിലെ പുള്ളിപ്പൂങ്കുയിലെ, ഇത് നല്ല പാട്ടാ, ഇത് മതി. ഇത് കൂടി ആയതും അവൾക്ക് കാര്യം പിടികിട്ടി. അവൾ അവനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പാട്ട് സെർച്ച് ചെയ്ത് പ്ലേ ചെയ്തു. ആ പാട്ട് കഴിയുന്നത് വരെ അവൾ അവനെ മനസ്സിൽ പ്രാഗി കൊന്നു. അവന് പാട്ട് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ്. അവളാണെങ്കിൽ പാട്ട് ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഉള്ളത്. അവൻ്റെ ഫോട്ടോ എങ്ങനെ കിട്ടും എന്ന ചിന്തയിലാണ്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അവൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഹൗ ഡെയർ യു ഇഡിയറ്റ്! എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനൊക്കെ നീ ആയോ? നിനക്കെൻ്റെ കൈയൊടിക്കണം അല്ലേ? അതിനുള്ള ശിക്ഷ നിനക്ക് വേണ്ടേ എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പിടിച്ച് വലിച്ച് തന്നോടടുപ്പിച്ചു. അവളുടെ ചുണ്ടുകൾ അവൻ അപ്പാടെ വായ്ക്കുള്ളിലാക്കി. അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ഷർട്ടിനുള്ളിൽ കൂടി ഇഴഞ്ഞു നീങ്ങി. ഇന്നർ വെയർ വലിച്ചു താഴ്ത്തി അവളുടെ നഗ്നമായ മാറിൽ അവൻ പിടിമുറുക്കി. അവൻ്റെ കൈകളാൽ അവളുടെ മൃദുലത ഞെരിഞ്ഞമർന്നു. അവളുടെ ടോപ്പ് വലിച്ചു താഴ്ത്തി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഒരേങ്ങലോടെ പെട്ടെന്ന് ഞെട്ടിയുണർന്ന നിഹ മറുത്തൊന്നും ആലോചിക്കാതെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പൊടുന്നനെ ആദമിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയതും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അവൻ ഒരു നിമിഷം പകച്ചുപോയി. അവൻ്റെ കയ്യിൽ നിന്നും വണ്ടി ചെറുതായി പാളി. അവളെ ബലമായി പിടിച്ചു തള്ളിയതും അവൾ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മലർന്നടിച്ചു വീണു. അവളുടെ തല കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറിൻ്റെ ഭാഗത്തുണ്ട്. ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗം സീറ്റിലും കാല് രണ്ടും ഗിയർ ബോക്സിന് മുകളിലൂടെ അവൻ്റെ മടിയിലുണ്ട്. ബെഡിൽ കിടക്കുന്ന പോലെ അവൾ നീണ്ടു നിവർന്ന് കിടന്നിട്ടുണ്ട്. ആദം വണ്ടി ബാലൻസ് ചെയ്ത് ഒരിടത്ത് ഒതുക്കി നിർത്തി അവളെ കൂർപ്പിച്ച് നോക്കിയപ്പോൾ ആരാ ഇവിടെ ഇപ്പോൾ പടക്കം പൊട്ടിച്ചേ എന്ന പോലെ അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ കൊല്ലാനുള്ള ദേഷ്യവും. ഇയാളുടെ കൈ ഒടിഞ്ഞില്ലല്ലോ, അപ്പോൾ ഇരുമ്പ് വാസു അല്ല തുരുമ്പ് വാസു കൈ ഒടിച്ചില്ലേ? താടിക്ക് വിരൽ കൊടുത്തുകൊണ്ട് അവൾ ചിന്തിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദേഷ്യത്തോടെ അവളുടെ കിടപ്പ് നോക്കി നിന്നു.